എഗ്രിമെന്റ് ഒക്കെ റെഡിയാണ്. എന്തെങ്കിലും തിരുത്തോ സംശയം ഉണ്ടെങ്കിൽ വക്കീലിനോട് ചോദിച്ചാൽ മതി. 4 മണിക്ക് എല്ലാവരും രജിസ്റ്റർ ഓഫീസിൽ എത്തണം. ചെക്കും ക്യാഷും ഒക്കെ അവിടെ വെച്ച് കൈമാറണം. ക്ഷമിക്കണം ഇങ്ങനെ വഴി തടഞ്ഞു നിർത്തിയതിന്. ഞാൻ ഡോക്ടർ സണ്ണി ജോസഫ്. അറിയാം, ഞാൻ അന്വേഷിച്ചു. മനസ്സിലായത് പലതും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് തിരുമേനി മിണ്ടാതെ ഇറങ്ങിപ്പോയത് എന്താണ്? സണ്ണി ചോദിച്ചത് പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലായില്ല. മരിച്ചവരുടെ ഇടയിൽ ജീവിച്ചിരിക്കുന്നവരെ തേടുന്നത് എന്തിനാണ് എന്ന വാക്യം വായിച്ചു കഴിഞ്ഞപ്പോൾ തിരുമേനി ബൈബിൾ അടച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോയതിൻ്റെ അർത്ഥം താങ്കളുടെ വിശ്വാസവും എൻ്റെ സംശയവും ഒന്നാണ്. അടുത്ത വെള്ളിയാഴ്ച സണ്ണി എന്നെ വന്നൊന്ന് കാണണം. നമുക്ക് അവിടെ വെച്ച് സംസാരിക്കാം. ഇവിടെ പിശാചനെന്ന് പറയുന്ന നേരാണോ മാഷെ? എപ്പോഴാ പിടിക്കുക? എന്തിനെ? പിശാചിനെ. അത് നമുക്ക് പിടിക്കാം. വേഗം പിടിച്ചില്ലെങ്കിൽ ഇവിടെ ഓരോരുത്തരായിട്ട് കൊല്ലില്ലേ? ഇതിനു മുമ്പ് മാഷ എത്ര തന്നെ പിടിച്ചിട്ടുണ്ട്? ഞാൻ 4, 3, 7, 2, 9 പിന്നെ ഒരു കുട്ടി പിശാച് ചേർത്ത് 9 തരാം. പിടിക്കെന്ന് പറഞ്ഞാൽ ചുമ്മാ പിടിക്കാൻ പറ്റും. അതിനൊരു സമയവും സന്ദർഭവും ഒരു ഒളിവും മറയൊക്കെ വേണം. പറ്റിക്കാൻ പറയാം മാഷ കള്ളനാ. ഞാൻ പിടിച്ചു കാണിച്ചു പിടിക്കാം. അരയെന്ന് പറഞ്ഞാൽ ചെറുതാ, ചെറിയ അര. പിന്നെ ചുമ്മാ ഞാൻ പിടിച്ചു കാണിക്കാം, അപ്പൊ വിശ്വസിക്കോ? പിടിച്ചതെല്ലാം പെണ്ണുങ്ങളാ? എല്ലാം പെണ്ണുങ്ങളാ. വേണേ ഞാൻ കാണിച്ചു തന്നാ പിടിക്കും. കാണിച്ചെന്നാ മാത്രം പോരാ, എങ്ങനെ പിടിക്കാന്ന് പറഞ്ഞു. കാണിച്ചു കഴിയുമ്പോ അപ്പൊ പിന്നെ പറ്റൂലല്ലോ. അതൊക്കെ രഹസ്യമായിട്ട് താൻ വരുന്നില്ലേ? എങ്ങോട്ട്? രജിസ്ട്രാർ ഓഫീസിലേക്ക്. എന്തിന്? എടോ, വെറുതെ അവകാശം പറഞ്ഞോണ്ട് ഇവിടെ നിന്നാലേ ഒന്നും കിട്ടുകയല്ല. രജിസ്ട്രാറുടെ മുന്നിൽ കൊണ്ടുപോയി തെളിവ് കൊടുക്കണം. എടോ, താൻ റെഡി ആവുന്നില്ലേ? എടോ, തനിക്കായിട്ട് പ്രത്യേകിച്ച് വണ്ടിയൊന്നും ഇല്ല. ഇയാള് വരുന്നില്ലേന്ന്? വരുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ? ഫെബ്രുവരി 7 വൈകുന്നേരം 5:12 സംഭവം നടന്നിരിക്കുന്നത്. അത് കണ്ടവർ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. ഗീതയുടെ മരണവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നേവിയുടെയും കോസ്റ്റ് ഗാർഡിൻ്റെയും 2 കൂട്ടരുടെയും റിപ്പോർട്ടും ഇവിടെയുണ്ട്. ബോഡി കിട്ടിയിട്ടില്ല. പാറയിടുക്കിന് താഴെയുള്ള ഗുഹകളിൽ ബോഡി കുടുങ്ങിയാൽ കിട്ടാൻ പ്രയാസമാണെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അന്നാമ്മ ജേക്കബും അഞ്ജലി ജേക്കബും പിന്നെ TG തമ്പിയും വിറ്റ്നസ്സുകളായി ഒപ്പിട്ടിട്ടുണ്ട്. ഷുവർ. അഞ്ജലി ജേക്കബ്, ഗീത ജേക്കബ്, അന്നമ്മ ജേക്കബ് 3 പേരുടെ ഭാഗം അഞ്ജലി ജേക്കബിന്റെ പേരിലാണ് ഉള്ളത്. ദാ ഇവിടെ ഒപ്പിടണം. അഞ്ജലി ആരാ? ഇവിടെ ഉണ്ട്. ദാ വരൂ. ദാ ഇവിടെ ഒപ്പിടൂ. പിന്നെ എനിക്കൊരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ഒന്നിങ്ങി വന്നേ. കുട്ടിങ് വന്നേ, വിരലടയാളം എടുക്കണം. മേരി ഇയാളുടെ മകളാണെന്നുള്ളതിന് എന്താ തെളിവ്? ഈ മേരി 2 വയസ്സിലെ അവളുടെ അമ്മയുടെ ഒക്കത്തിരിക്കുന്ന ഫോട്ടോ ഉണ്ട്, അത് മതിയോ? അതല്ലടോ എനിക്ക് വേണ്ടത്. എനിക്ക് വേണ്ടത് ഒരു തെളിവാ. സാറിന്റെ തലയെ തൊട്ട് ഞാൻ സത്യം ചെയ്യാം, തന്റെ മകളാണ് ഇവളെന്നുള്ളതിന്റെ തെളിവ് എനിക്ക് വേണ്ടത്. കല്യാണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ? ഇല്ല. മുത്താരംകുന്ന് ഭഗവതി ക്ഷേത്രത്തിലല്ലേ വിവാഹം നടന്നത്? എന്നാൽ അവിടെ പോയൊരു സർട്ടിഫിക്കറ്റ് മേടിച്ചോണ്ട് വാ. അത് പറ്റില്ല. അതെന്താ? അത് റോഡ് വീതി കൂട്ടി അവന്മാർ അത് ഇടിച്ചു കളഞ്ഞു. അങ്ങനത്തെ അമ്പലമാണ്. മാഷേ,
ഇതൊന്ന് പിടിക്കോ. ആ ഇപ്പൊ വരാട്ടോ. റിയലി? ആ ഡോക്ടർ ഒന്നിങ്ങി വന്നേ. വാസുങ്കൾ എന്താ പറയുന്നതെന്ന് കേട്ടെ. എന്താ? അല്ല, മാഷേ ഞാനതങ്ങനെ തറപ്പിച്ചു പറയുന്നതല്ല. എൻ്റെ വെറുമൊരു തോന്നലാവാം. അതായത് ഇത്രയും നാൾ ഞാനത് അത്ര കാര്യമായിട്ട് എടുത്തിരുന്നില്ല. വളച്ചു കെട്ടാതെ കാര്യം പറങ്ങളെ. അഞ്ജലി ഉൾപ്പെടെ പലരും അവിടെ ഗീതയുടെ പ്രേതാത്മാവിനെ കണ്ടു എന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും പറയാം. ഞാനും കണ്ടു ഗീതയെ. എവിടെ വെച്ച്? അന്നാമ്മച്ചേട്ടത്തി വീണ ദിവസം ഞാൻ അവിടേക്ക് വരികയായിരുന്നു. വഴിയിൽ പെട്ടെന്ന് തിരിഞ്ഞു വന്നൊരു ചുവന്ന കാറ്, അതിനുള്ളിൽ ഗീത. എൻ്റെ കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ ഒരു മിന്നായം പോലെ ഞാൻ കണ്ടുള്ളൂ. വെറുതെ തോന്നിയതാകാമെന്ന് അന്ന് ഞാൻ കരുതിയുള്ളൂ. ഇതിനു മുമ്പ് കാർ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഇവിടെ എങ്ങും മുമ്പ് കണ്ടിട്ടുള്ള വണ്ടിയല്ല. തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ അല്പം നക്സൽ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പോലീസ് പറഞ്ഞിട്ടുണ്ട് അപരിചിതരെ കണ്ടാൽ ശ്രദ്ധിക്കണമെന്ന്. അതുകൊണ്ട് ഞാൻ എൻ്റെ കാറിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ഏതോ ഫയലിൻ്റെ പുറത്ത് ആ നമ്പർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് തപ്പിയെടുക്കാം. തേടിയാ കിട്ടും. ആ ഫയൽ ഓഫീസ് തന്നെ ഉണ്ട്. നോക്കട്ടെ, കിട്ടിയ ഉടനെ ഞാൻ വിളിച്ചു പറയാം. വാസു സാറേ, ആ എന്റെ അമ്മയാണ് ഞാൻ പറഞ്ഞത് വിശ്വസിക്കാൻ നല്ലത് താനൊന്നും കേട്ടോ. പറയണ്ട, വെറുതെ ഒന്ന് മിണ്ടായിരുന്നാ മതി. എന്താ സാറേ? ഹ, ഇയാൾ വെറുതെ അച്ഛനാണ് അമ്മയാണെന്നൊക്കെ ആണയിടുന്നതല്ലാതെ കൊച്ചുറാണിയുടെ മകളാണ് ഈ നിൽക്കുന്ന മേരി എന്നുള്ളതിന്റെ യാതൊരു തെളിവുമില്ല. കൊച്ചു റാണി ചത്തുപോയിന്ന്. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സർട്ടിഫിക്കറ്റോ മറ്റോ ഉണ്ടോ? എന്ത് സർട്ടിഫിക്കറ്റ്? മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന്. അതിന് എന്റെ മോൾ ഇവിടെ ജീവിച്ചിരിക്കല്ലേ, അവളെ തല്ലി കൊന്ന് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി തരാം. വേണ വേണ കൊച്ചുറാണിയുടെ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. മരിച്ചിട്ട് 20 വർഷമായി, ഇതുവരെ കിട്ടിയില്ല. ഈ നാട്ടിൽ ഏത് സർട്ടിഫിക്കറ്റാ അപ്ലൈ ചെയ്തിട്ട് സമയത്തിന് കിട്ടുന്നത്? ആ അതൊക്കെ പോട്ടെ. താനായി തങ്കപ്പൻ ആശാരി എന്നുള്ളതിന് ഞങ്ങൾക്ക് എന്താ തെളിവ്?